ഇവിടെ ഒരുത്തൻ 15 വർഷമായി അവന്റെ കാണാതായ കുട്ടിയെ തിരഞ്ഞു നടക്കുകയാണ്. 15 വർഷത്തിനു മുമ്പ് വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നവർ പിടിച്ചുകൊണ്ടുപോയി. കുട്ടിയെ കണ്ടുപിടിക്കാൻ അവന്റെ ബൈക്കിൽ കുട്ടിയുടെ ഫോട്ടോയും വെച്ച് പോകാത്ത നാടില്ല. എന്നാൽ എവിടെ പോയിട്ട് ഒന്നും കണ്ടുപിടിച്ചില്ല. റോഡിൽ ഇവന്റെ പോലെ തന്നെ ആരോ അവരുടെ കുട്ടിയെ കാണുവാനില്ല എന്ന പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് കണ്ടത് ആ പോസ്റ്റർ എടുത്തിട്ട് പോയി അതൊരു പ്രിന്റ് എടുത്ത് അതും ഇയാളുടെ ബൈക്കിൽ വെച്ചു. ഇപ്പൊ അതേ പോസ്റ്റർ കുറെ കോപ്പി എടുത്ത് ഇവനെ കൊണ്ട് കഴിയുന്നത്രയും ആ കുട്ടിയെയും ചേർത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 15 വർഷമായി തിരഞ്ഞു നടക്കുന്ന ഇവൻക്കാണ് ബാക്കിയുള്ളവരുടെ വേദന മനസ്സിലാവുന്നത്. ചില ആളുകൾ ആ പോസ്റ്റർ വാങ്ങി തുടച്ചിട്ട് വലിച്ചെറിയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ ബൈക്കിൽ നല്ല സ്പീഡിൽ പോകുന്നത് കണ്ട പോലീസും അവനെ പിടിച്ച് അന്വേഷിച്ചു. അതിനുശേഷം ഇവന്റെ കഥ കേട്ടതും ഒരു ഫൈനും വാങ്ങാതെ ഇവന്റെ കയ്യിലുള്ള മാപ്പ് വാങ്ങി റൂട്ട് പറഞ്ഞു കൊടുത്ത് അയച്ചു. കുറച്ചു ദൂരം പോയതും ആ റൂട്ട് മാപ്പ് ഓപ്പൺ ചെയ്തതും അകത്ത് നിന്ന് ക്യാഷ് വീണു. ഇതാ പോലീസുകാർ വെച്ചതാണെന്ന് മനസ്സിലായി. ഉടനെ അവന്റെ നോട്ട് എടുത്ത് അത് എഴുതി വെച്ചു. കാരണം ഇവന്റെ മകനെ തിരിച്ചു കിട്ടിയാൽ ഇത്ര വർഷമായി ആരൊക്കെ ഹെൽപ്പ് ചെയ്തോ അവരുടെയൊക്കെ ക്യാഷ് തിരിച്ചു കൊടുക്കണമെന്ന് നിർബന്ധത്തിലാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു ട്രാക്ടർ ഇടിച്ച് നല്ല പരിക്ക് പറ്റി. ബൈക്കും നല്ല ഡാമേജ് ആയി. അപ്പൊ ആരാണെന്ന് പോലും അറിയാത്ത ഒരു പയ്യൻ അവനെ രക്ഷിച്ചിട്ട് അയാളുടെ ബൈക്കും ഫ്രീ ആയി റെഡിയാക്കി കൊടുത്തു. അത് ഇവന്റെ നോട്ടിൽ എഴുതി വെച്ചു. ആ പയ്യന്റെ കയ്യിലുള്ള കമ്പ്യൂട്ടറിൽ സോഷ്യൽ മീഡിയയിൽ ഇയാൾ ഇട്ട പോസ്റ്റിൽ എന്തെങ്കിലും റിപ്ലൈ വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ആരോ ഒരുത്തൻ ഇവൻ പറഞ്ഞ അടയാളമുള്ള ഒരു പയ്യനെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു അഡ്രസ് അയച്ചിട്ടുണ്ട്. ഇവനെ അവിടെ പോയി നോക്കി ഇവൻ പറഞ്ഞ അതേ വർഷം ഒരു പയ്യനെ ദത്തെടുത്ത് ഒരു കുടുംബം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ ഇപ്പൊ 16 വയസ്സായിട്ടുണ്ട്. ആ പയ്യനെ കണ്ടതും ഇയാൾ കുറച്ചു നേരം സ്റ്റക്കായി നിന്നു. അവന്റെ കാലിലുള്ള അടയാളം ചെക്ക് ചെയ്താൽ ഇയാളുടെ പയ്യന്റെ ഇടത്തെ കാലിൽ ഒരു മറുകുണ്ട്. ഇവൻക്ക് വലത്തെ കാലിലാണുള്ളത്. കുറെ വർഷം ആയതുകൊണ്ട് മറന്നതാണോ എന്ന് വിചാരിച്ച് ഉറപ്പിക്കാൻ വേണ്ടി ഒരു DNA ടെസ്റ്റ് എടുത്താലോ എന്ന് ചോദിച്ചതും അതിനുള്ളിൽ ആ പയ്യനെ ദത്തെടുത്ത അമ്മ വന്ന് പയ്യനെ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവനെ അടിച്ച് അവന്റെ ബൈക്കും ചേർത്ത് കടലിലേക്ക് എറിഞ്ഞു. ഇവിടെ നടക്കുന്നതെല്ലാം ഇവൻക്ക് ഫ്രീ ആയി ബൈക്ക് റെഡിയാക്കി കൊടുത്ത പയ്യനും കാണുന്നുണ്ടായിരുന്നു. കാരണം ആ പയ്യനെയും 19 വർഷത്തിന് മുമ്പ് കാണാതായതാണ്. ഇപ്പോ അനാഥനാണ്. അതുകൊണ്ട് ഇയാളുടെ വേദന അവൻക്ക് മനസ്സിലായി. ഇയാളുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്നു. ഇപ്പോ ഇവർ രണ്ടുപേരും ഒന്നായി അവരുടെ ഫാമിലിയെ അന്വേഷിക്കാൻ തുടങ്ങി.